ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. സംവത് 2082 സെലിബ്രേറ്റീവ് മോഡിൽ തന്നെയായിരുന്നു വിപണി സ്വീകരിച്ചത്. ഉത്സവ ബോണസായി വന്ന GST പരിഷ്കാരങ്ങളും അനുകൂലമായ ഡാറ്റകളുമൊക്കെ ബുൾസിന് സാഹചര്യം ഒരുക്കിക്കൊടുത്തു. ഒപ്പം ഇന്ത്യയും US ട്രേഡ് ഡീലിലേക്ക് എത്തുന്നെന്ന വാർത്തയും ഓഹരികൾക്ക് പുത്തൻ ഉണർവാണ് സൃഷ്ടിച്ചത്. ഒരു ഘട്ടത്തിൽ 26,277.35 എന്ന സർവകാല ഉയരം മറികടക്കുമെന്ന പ്രതീക്ഷ സൃഷ്ടിച്ചുവെങ്കിലും 6 ദിവസത്തെ റാലിക്ക് ശേഷം അനിവാര്യമായ പ്രോഫിറ്റ് ബുക്കിംഗിലാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായ സർവകാല ഉയരം മറികടന്ന നിഫ്റ്റി ബാങ്കിംഗ് സൂചിക 17ഓളം ട്രേഡിംഗ് സെഷനുകളായി 4200-ലധികം പോയിന്റ്സിന്റെ റാലിക്ക് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗോടെ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം ഡാർക്ക് ഹോഴ്സ് സെക്ടറായി കണക്കാക്കിയ IT സൂചികയുടെ പ്രതിവാര പ്രകടനത്തിൽ 1000 പോയിന്റ്സിന്റെ റാലിയോടെ 2.96% നേട്ടം നൽകി. PSU ബാങ്കിംഗ് സൂചികയും കുതിപ്പ് രേഖപ്പെടുത്തി, നേട്ടം 2.34%. കൂടാതെ മെറ്റൽ മീഡിയ സൂചികളുടെ നേട്ടം 1% മറികടന്നു. ഫൈനാൻഷ്യൽ സർവീസ് സൂചികയുടെ നഷ്ടം 0.5%-ലേറെയായി. നിഫ്റ്റി FMCG സൂചിക 0.47%, നിഫ്റ്റി ഓട്ടോ 0.44%, നിഫ്റ്റി ബാങ്ക് 0.02% എന്നിങ്ങനെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഗ്ലോബൽ അനുമാനങ്ങളെക്കാൾ കുറഞ്ഞ പണപ്പെരുപ്പ കണക്കുകൾ US സൂചികളെ സർവകാല ഉയരത്തിലേക്കാണ് നയിച്ചത്. പണപ്പെരുപ്പത്തിൽ അപ്രതീക്ഷിതമായ കുറവ് വന്നതോടെ ഫെഡ് റേറ്റ് കട്ടിലേക്ക് കടക്കുമെന്നും ഉയർന്ന വാല്യുവേഷൻ ജസ്റ്റിഫയബിൾ ആണെന്ന വാദവും ശക്തിപ്പെട്ടതാണ് സൂചികളുടെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം. ആസിയാൻ ഉച്ചകോടിക്കിടെ മലേഷ്യയിൽ വെച്ച് അടുത്ത ആഴ്ചയിൽ ട്രംപും ഷി ജിൻപിങ്ങും ചർച്ച നടത്തുമെന്ന വാർത്തയാണ് വിപണിക്ക് കുതിപ്പിന് കരുത്തു പകർന്നത്. പ്രതിവാര അടിസ്ഥാനത്തിൽ 2.2% ഡൗ ജോൺസ് സൂചികയുടെ നേട്ടം. നാസ്ഡാക്ക് 100 2.18% നേട്ടം നൽകിയപ്പോൾ S&P 500ന്റെ നേട്ടം 1.92%-ആയാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ആഴ്ചയിൽ ഒക്ടോബർ 27 വരുന്ന ന്യൂ ഹോം സെയിൽസ് ഡാറ്റകളോടായിരിക്കും വിപണി ആദ്യം പ്രതികരിക്കുക. പ്രതിമാസത്തിനിടയിലും ഇയർ ഓൺ ഇയർ ബേസിസിലുമുള്ള ഡാറ്റകൾ പബ്ലിഷ് ചെയ്യും. തുടർന്ന് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡാറ്റകളും അന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 28 US നിക്ഷേപകരുടെ കോൺഫിഡൻസ് മെഷർ ചെയ്യുന്ന കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും എത്തും. ഒക്ടോബർ 29 നിർണായകമായ FOMC യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അനുമാനം. എന്നാൽ ഷട്ട്ഡൗൺ തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ഡാറ്റകൾ ലഭ്യമാകാത്തത് ഫെഡ് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക എന്നത് വിപണികൾക്ക് നിർണായകമാകും. തുടർന്ന് 30 GDP അനുമാനങ്ങളും അറിയാം. പണപ്പെരുപ്പം കുറയുകയും ഇക്കോണമി വളരുകയും ചെയ്താൽ തീർച്ചയായിട്ടും സൂചികൾ വീണ്ടും ഒരു കുതിപ്പ് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒക്ടോബർ 31 വരുന്ന കോർ PCE പ്രൈസ് ഇൻഡെക്സും വിപണിയിൽ സ്വാധീനം സൃഷ്ടിച്ചേക്കാം. അനുകൂലമായ ഡാറ്റകളുടെ പിൻബലത്തിൽ യൂറോപ്യൻ സൂചികളിലും മുന്നേറ്റം പ്രകടമായി. ബ്രിട്ടീഷ് വിപണിയിൽ സർവകാലം ഉയരമാണ് മറികടന്നത്. ഡാക്സ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ CAC 40 0.16% നേരിയ നഷ്ടവും രേഖപ്പെടുത്തി. ഒക്ടോബർ 30 ECBയുടെ ധനനയ യോഗ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും. വരുന്ന വാരം ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ GDP കണക്കുകൾ പബ്ലിഷ് ചെയ്യും. ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ തൊഴിലില്ലായ്മ കണക്കുകളും ജർമ്മനിയുടെ CPI ഡാറ്റയും പബ്ലിഷ് ചെയ്യും. പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ പണപ്പെരുപ്പ് ഡാറ്റയും ഓപ്പൺ GDP കണക്കുകൾ കൂടി വരുന്നതോടെ സാമ്പത്തിക മേഖലയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 31 ഫ്രാൻസ്, യൂറോസോൺ എന്നിവയുടെ CPI ഡാറ്റയും യൂറോസോണിന്റെ കോർ CPI കണക്കുകൾ കൂടി വരുന്നതോടെ യൂറോപ്യൻ എക്കോണമികളുടെ കൃത്യമായ ചിത്രം വ്യക്തമാകും. US ചൈന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികൾക്ക് നിർണായകമായത്. അടുത്ത ആഴ്ച 28 വരുന്ന ജപ്പാന്റെ CPI കണക്കുകളോടെയായിരിക്കും ഏഷ്യൻ വിപണികൾ ആദ്യം പ്രതികരിക്കുക. തുടർന്ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ ധനനയ യോഗ തീരുമാനങ്ങളും അറിയാൻ സാധിക്കും. 0.5% എന്ന നിലയിൽ തന്നെ പലിശ നിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 30 ജപ്പാന്റെ വ്യാവസായിക ഉൽപാദക ഡാറ്റകൾ കൂടി എത്തുന്നതോടെ ജാപ്പനീസ് എക്കോണമിയുടെ നില നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. അന്ന് തന്നെ ചൈനയുടെ നിർമ്മാണ ഇതര കോമ്പോസിറ്റ് PMI കണക്കുകളും അറിയാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങളായിരിക്കും ലോക വിപണികളുടെ ഗതിയെ നിർണ്ണയിക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിന്റെ വില കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് പോയ വാരം കാണാൻ സാധിച്ചത്. ബ്രെഡ് ക്രൂഡ് വാരാന്ത്യത്തിൽ 6.45% ഉയർന്ന് ബാരലിന് $65.04 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 7.14% വിലയുയർന്ന്
ബാരലിന് $61.07 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്ക, റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റ്, ലുക്കോയിൽ എന്നിവയ്ക്ക് മുകളിൽ സാങ്ഷൻ ഏർപ്പെടുത്തിയ നടപടിയാണ് ക്രൂഡ് വിലയെ പ്രധാനമായും മുകളിലോട്ട് നയിച്ചത്. തുടർന്ന് ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനൊരുങ്ങുന്നതും ക്രൂഡ് വില വർദ്ധിക്കാൻ കാരണമായി. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $63.17 തുടർന്ന് $60.7 അപ്സൈഡിലേക്ക് വരുമ്പോൾ $66.9 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $68.96 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യ സപ്പോർട്ടായി $60.04 തുടർന്ന് $58.85 ലെവലും സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $62.72 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $64.77 ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണത്തിലേക്ക് വരുമ്പോൾ തുടർച്ചയായ 9 ആഴ്ചത്തെ നേട്ടങ്ങൾക്ക് ശേഷം നേട്ടം കൈവിട്ട കാഴ്ചയാണ് ഈ വാരം കാണാൻ സാധിച്ചത്. പ്രതിവാര അടിസ്ഥാനത്തിൽ 3.2% ഇടിഞ്ഞ് $4111.55 ട്രൈ ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ടുള്ളത് $4005 തുടർന്ന് $3883 അപ്സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ $4254 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $4387 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. USD INR വാരാന്ത്യത്തിൽ 0.18% ഇടിവോടെ 87.79 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 88.24 എന്ന ലെവലിലും തുടർന്ന് 88.45 എന്ന ലെവലിലുമാണ്. മറുവശത്ത് 87.62 എന്ന ലെവൽ റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടന്നാൽ 87.3 എന്ന ലെവലും റെസിസ്റ്റൻസായി മാറാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റവാങ്ങൽ രേഖപ്പെടുത്തി. FIകൾ 342 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയപ്പോൾ DIകൾ 5945 കോടി രൂപയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. കഴിഞ്ഞ വാരം ഒക്ടോബർ 21 ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകൾ എത്തിയിരുന്നു. സെപ്റ്റംബറിൽ 3% ഇത് റിപ്പോർട്ട് ചെയ്തത്. ഒക്ടോബർ 24 S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI ഡാറ്റകളും റിപ്പോർട്ട് ചെയ്തു. മാനുഫാക്ചറിംഗ് PMI 58.4 സർവീസസ് PMI 58.8 മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI 59.9 രേഖപ്പെടുത്തിയത്. വരുന്ന വാരം ഒക്ടോബർ 28 സെപ്റ്റംബറിലെ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റകൾ കൂടി ലഭ്യമാകും. തൊട്ടു പിന്നാലെ ഒക്ടോബർ 29 M3 മണി സപ്ലൈ കണക്കുകളും എത്തും. ഒക്ടോബർ 31 സെപ്റ്റംബറിലെ തന്നെ ഫെഡറൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റയും റിപ്പോർട്ട് ചെയ്യും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഒക്ടോബർ 31 റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 17 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.5 ബില്യൺ ഇടിഞ്ഞ് $700 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനികളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ്, SBI ലൈഫ് ഇൻഷുറൻസ്, ഡോക്ടർ റെഡ്ഡി ലാബോറട്ടറീസ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ്സ്, കോഫോർജ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 4% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയ പാദഫലമാണ് ഇന്ത്യൻ FMCG ഭീമനായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് രേഖപ്പെടുത്താൻ സാധിച്ചത്. പ്രവർത്തന വരുമാനത്തിൽ 2% വാർഷിക വളർച്ചയും കമ്പനി രേഖപ്പെടുത്തി. ലാഭത്തിൽ 17% ഇടിവായിരുന്നു കോൾഗേറ്റ് രേഖപ്പെടുത്തിയത്. 24 രൂപയുടെ ഇടക്കാല ലാഭവിഹിതവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഫോർജ് രണ്ടാം പാദത്തിലെ അറ്റാദായം പ്രതീക്ഷിച്ചതിലും കൂടുതലായാണ് രേഖപ്പെടുത്തിയത്. 376 കോടിയായിരുന്നു ഇത്തവണ അറ്റാദായം കമ്പനി രേഖപ്പെടുത്തിയത്. കമ്പനി ഇടക്കാല ലാഭവിഹിതമായി 4 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28 റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ TVS മോട്ടോഴ്സ്, അദാനി ഗ്രീൻ എനർജി, ടാറ്റ ക്യാപിറ്റൽസ്, ജിൻഡാൽ സ്റ്റീൽ, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയവയാണ്. TVS മോട്ടോർ കമ്പനിയിൽ നിന്ന് ശക്തമായ പ്രകടനമാണ് ബ്രോക്കറേജുകൾ പ്രതീക്ഷിക്കുന്നത്. വോളിയം ഗ്രോത്ത്, ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് മിക്സ് കൂടാതെ ഫേവറബിൾ മാർക്കറ്റ് ഡൈനാമിക്സ് എന്നിവയാണ് ഇതിന് കാരണമായി പറയുന്നത്. സ്റ്റാൻഡ് അലോൺ വരുമാനം 26 മുതൽ 29% വരെ വാർഷിക വളർച്ച കൈവരിക്കുമെന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എബിറ്റ മാർജിനുകൾ 115 മുതൽ 122 ബേസിസ് പോയിന്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി പ്രതീക്ഷ.
അറ്റാദായത്തിൽ 33 മുതൽ 48% വരെ വാർഷിക വളർച്ച കൈവരിക്കുമെന്നും അനലിസ്റ്റുകൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 29-ന് പാദഫലങ്ങളുമായി എത്തുന്ന പ്രധാന കമ്പനികൾ L&T, കോൾ ഇന്ത്യ, വരുൺ ബിവറേജസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്നിവയാണ്. 30-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ ITC, അദാനി പവർ, DLF, പിഡിലൈറ്റ്, സിപ്ല, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, സ്വിഗ്ഗി എന്നിവയാണ്. FMCGയിലെ പ്രമുഖ കമ്പനിയായ ITCയിലെ പ്രതീക്ഷകൾ നോക്കുമ്പോൾ ലാഭത്തിലും വരുമാനത്തിലും ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. എക്സൈസ് തീരുവയിലെ വർധനവ്, മാർക്കറ്റിംഗ് ചെലവുകളിലെ വർധനവ്, HUL, ഡാബർ തുടങ്ങിയ എതിരാളികളിൽ നിന്നുള്ള കടുത്ത മത്സരം എന്നിവയാണ് ലാഭം കുറയാൻ കാരണമായേക്കാവുന്നത്. 31-ന് റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ മാരുതി, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് പെട്രോളിയം, ബാങ്ക് ഓഫ് ബറോഡ, ശ്രീറാം ഫൈനാൻസ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളിൽ ഒന്നായ മാരുതി സുസുക്കി രണ്ടാം പാദഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഉയർന്ന വിൽപ്പന കാരണം വരുമാനത്തിൽ വർധനവുണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ. നെറ്റ് പ്രോഫിറ്റിലും 3% നേട്ടമാണ് ഇത്തവണ വിപണി പ്രതീക്ഷിക്കുന്നത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിലേക്ക് വരുമ്പോൾ GSTയിലെ മാറ്റങ്ങൾ മാർജിനിൽ ഇമ്പാക്റ്റ് വരുത്തിയതിനെ തുടർന്ന് തന്നെ മോഡറേറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താനാകുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. നവംബർ 1-ന് പാദഫലങ്ങളുമായി എത്തുന്ന പ്രധാന കമ്പനികൾ JK സിമന്റ്, CDSL എന്നിവയാണ്. ഇന്ത്യൻ സിമന്റ് കമ്പനിയായ JK സിമന്റ്സ് രണ്ടാം പാദഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഉയർന്ന വിൽപ്പന കാരണം വരുമാനത്തിൽ വർധനവുണ്ടാക്കുമെന്നും 12.5% ഉയർച്ച നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തുമെന്നുമാണ് അനലിസ്റ്റുകൾക്ക് ഇപ്പോൾ പ്രതീക്ഷയുള്ളത്. പ്രൈമറി മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു IPO മാത്രമാണ് വരുന്ന വാരം വിപണിയിലെത്തുക. ഇന്ത്യൻ ഫുഡ് കമ്പനിയായ ഓർക്ല ഇന്ത്യയാണ് 1667 കോടി രൂപ സമാഹരിക്കാനായി എത്തുക. 2.28 കോടി ഓഹരികളുടെ ഓഫർ ഫോർ സെയിൽ മാത്രമാണ് ഇഷ്യൂവിലുള്ളത്. ഒക്ടോബർ 29-ന് ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുക 31-നാണ്. ഓഹരികളുടെ അലോട്ട്മെന്റ് നവംബർ 3-നാണ് പൂർത്തിയാകുന്നത്. ഓഹരികൾ നവംബർ 6-ന് ലിസ്റ്റ് ചെയ്യും. 1 രൂപ മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 695 രൂപ മുതൽ 730 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 20 ഓഹരികളായിരിക്കും ഉണ്ടാവുക. നിഫ്റ്റി സൂചിക 26,000 എന്ന ഹാർഡിൽ മറികടന്നുവെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ കഴിഞ്ഞ 2 സെക്ഷനുകളിൽ നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വെള്ളിയാഴ്ച ഏകദേശം 100 പോയിന്റ് കുറഞ്ഞ് 0.37% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ഫ്രൈഡേ ഫോം ചെയ്ത ക്യാൻഡിലിന്റെ ലോ ആയ 25,700 ഏരിയ ബ്രേക്ക് ചെയ്താൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓവറോൾ മൊമെന്റം ബെയറിഷ് ആകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡെയിലി ചാർട്ടിൽ ഒരു മൈനർ ലോവർ ഷാഡോയുള്ള ക്യാൻഡിൽ ഫോം ചെയ്തത് ഒരു റണ്ണപ്പിന് ശേഷം ഡൗൺവേർഡ് കറക്ഷന്റെ സിഗ്നൽ ആണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. കൂടാതെ മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ നോക്കുമ്പോൾ പോസിറ്റീവ് മൊമെന്റം സ്ലൈറ്റായി ഫെയ്ഡ് ആകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. വീക്ക്ലി ചാർട്ടിൽ ഒരു ലോങ് അപ്പർ ഷാഡോയുള്ള ക്യാൻഡിൽ ഫോർമേഷൻ ഹയർ ലെവലുകളിൽ സെല്ലിംഗ് പ്രഷറും കൺസോൾട്ടേഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. HDFC സെക്യൂരിറ്റിയിലെ സീനിയർ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഷോർട്ട് ടൈമിൽ സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്നുവെന്നാണ്. നിലവിലെ ലെവലിൽ നിന്നും കൂടുതൽ വീക്ക്നെസ് ഉണ്ടായാൽ 25,600, 25,500 സപ്പോർട്ടായും റെസിസ്റ്റൻസായി 25,900, 26,000 റേഞ്ച് പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒരു മോഡറേറ്റ് ഡിപ്സ് വരുന്ന സാഹചര്യത്തിൽ അത് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച 380 പോയിന്റോളം കുറഞ്ഞ് 0.65%-ഓടെയാണ് സൂചിക ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സമാനമായ ചാർട്ട് പാറ്റേൺ ആയതുകൊണ്ട് ഇവിടെയും നേരിയ രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടായേക്കാമെന്നാണ് എക്സ്പെർട്ട് പറയുന്നത്. ഷോർട്ട് ടൈം വീക്ക്നെസ് ഉണ്ടെങ്കിലും MACD ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത് ഇൻഡെക്സിന്റെ ബ്രോഡർ സ്ട്രക്ചർ ബുള്ളിഷ് ആണെന്നാണ്. ഒപ്പം RSI ഓവർബോട്ട് സോണിൽ നിന്നും അല്പം കൂൾ ഓഫ് ആയിട്ടുണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നു. 57,900, 58,000 സൂചിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നാണ് SBI സെക്യൂരിറ്റിയിലെ സീനിയർ അനലിസ്റ്റായ സുദീപ് ഷാ പറയുന്നത്. ഒപ്പം 57,200, 57,100 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 26,000 എന്ന ലെവൽ അനായാസം വിപണി മറികടന്നുവെങ്കിലും ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതും കുതിപ്പിന് തുടക്കം കുറിച്ച FMCG സൂചികകളടക്കമുണ്ടായ സെല്ലിംഗ് പ്രഷറും വിപണിയിൽ ഉണ്ടായത് ഒരു ഷോർട്ട് കവറിംഗ് റാലിയാണോ എന്നൊരു സംശയം എക്സ്പേർട്ടുകൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഇന്ത്യ US വ്യാപാര കരാറിൽ ഒരു ധാരണയിൽ എത്തുകയും L&T, മാരുതി, ITC, BEL തുടങ്ങിയ വമ്പന്മാരുടെ റിസൾട്ടും മികച്ചതായാൽ നിലവിലെ ഇടവിൽ നിന്നും വിപണി വീണ്ടും ഒരു മുന്നേറ്റം കാണിച്ചേക്കാം. അല്ലാത്ത പക്ഷം ഷോർട്ട് ടൈമിൽ സെല്ലിംഗ് പ്രഷർ തുടർന്നേക്കാമെന്ന ജാഗ്രതാ നിർദ്ദേശം കൂടി വിദഗ്ധർ നൽകുന്നുണ്ട്.
ഓരോ ഇടിവിലും ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്ന വാരൻ ബഫറ്റിന്റെ വാചകം കൂടി നിക്ഷേപകരെ ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.